ഓഷ്യൻ തീമിലുള്ള ഒരു കേക്കായിരുന്നു കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു റെഫറൻസ് പിക്ക് തന്നിട്ടുണ്ടായിരുന്നു, എങ്കിലും അതുപോലെ തന്നെ വേണമെന്നില്ല. പക്ഷേ ഇതേപോലെ കേക്കിന് ടോപ്പ് ടയറിൽ ഇതേപോലെ ഒരു ഡോൾഫിനും പിന്നെ ഒരു ആമയും ഒരു സ്റ്റാർ ഫിഷും ഒക്കെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഡോൾഫിനെ ഇങ്ങനെ ഒന്ന് സെറ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞപ്പോഴാണ് ഇതിനെ എങ്ങനെ കേക്കിൽ പ്ലേസ് ചെയ്യും എന്നുള്ളൊരു ഇത് വന്നത്. അങ്ങനെ പിന്നെ ഞാൻ ബ്ലാക്ക് ഫോണ്ടന്റ് എടുത്തിട്ട് ഇതുപോലെ കോൺ ഷേപ്പിലൊന്ന് ആക്കിയിട്ട് കുറച്ച് സിൽവർ ഡസ്റ്റ് അതിനകത്തൊന്ന് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടാണ് നമ്മുടെ ഡോൾഫിനെ ഇതേപോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്തത്. പിന്നെ ഒരു ചെറിയ ക്രാബും അതേപോലെ ടോട്ടലും ഒരു സ്റ്റാർ ഫിഷും ഒക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെയാണ് ഇതിൽ വെച്ചേക്കുന്നതെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ അത് ഓക്കെ ആയിട്ടുണ്ടെന്ന് സക്സസ് ആയിട്ടുണ്ടെന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ എനിക്കിതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നമ്മുടെ ഡോൾഫിനെ തന്നെയായിരുന്നു. അപ്പോൾ ഇത്രയും ക്യാരക്ടേഴ്സിനെ വെക്കണമെന്ന് മാത്രമേ കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ കേക്ക് ഫിനിഷ് ചെയ്യാമെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. അപ്പോൾ എന്തോ ഒരു ഇംപെർഫെക്ഷൻ ആയിട്ട് എനിക്ക് കേക്കിൽ തോന്നി. അങ്ങനെ പിന്നെ കുറച്ച് ബിസ്ക്കറ്റ് പൊടിച്ചിട്ട് കുറച്ച് മണ്ണിൻ്റെ എഫക്റ്റ് വരാൻ വേണ്ടി ഇങ്ങനെ ഒന്ന് സെറ്റ് ചെയ്തു. സത്യം പറഞ്ഞാൽ അതുകൂടി ഇട്ടപ്പോഴാണ് എനിക്ക് കേക്ക് കറക്റ്റ് ഒരു ഓഷൻ തീമിൽ അല്ലെങ്കിൽ ആ ഒരു ലുക്കിൽ വന്നതായിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ ഈ ഒരു കേക്കിന്റെ കൂടെ ഒരു 6 മാക്രോൺസിന്റെ ഓർഡർ കൂടി ഉണ്ടായിരുന്നു. ഹോംബേക്കേഴ്സിനെ സംബന്ധിച്ചിടത്തോളം കേക്ക് ചെയ്യുന്നതിനെക്കാട്ടി സന്തോഷമാണ് മാക്രോൺസ് ചെയ്ത് അത് സക്സസ് ആയിട്ട് കിട്ടുക എന്നുള്ളത്. എനിക്കും അതുപോലെ തന്നെയാണ്. ഈ മാക്രോൺസിന്റെ എത്ര ഫോട്ടോ ഞാൻ എടുത്തത് എനിക്ക് പോലും അറിയില്ല. നമ്മൾ ഈ ഒരു മാക്രോൺസിന് ബട്ടർ ക്രീം ഫില്ലിംഗ് ആണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.